അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഡോക്ടറിൻ്റെയും വക്കീലിൻ്റെയും എൻഗേജ്മെൻ്റ് ആണ് ഇന്ന്. ഇവളുണ്ടല്ലോ ആ ഒരു വൈറ്റ് കളറിൻ്റെ ആ ഒരു ബൾബ് പോലത്തെ സംഭവം ഉണ്ടല്ലോ ഡെക്കറേഷന് വെച്ചിട്ടുള്ളത്, അത് ഇവൾ ബലൂൺ ആണെന്നാണ് വിചാരിച്ചത്. കുറേ സമയം അത് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. എറണാകുളം ജില്ല ആലപ്പുഴ മണക്കുന്ന വില്ലേജ് പുതിയൊരു കരയിൽ 4 കെട്ടിൽ ചന്ദനത്തിൽ വീട്ടിൽ വളരെ ലളിതമായിട്ടായിരുന്നു നടത്തുന്നത്. പല ദൂരത്തു നിന്ന് ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ തിരിച്ചു പോകേണ്ടതുണ്ട്. പരിപാടി ലഘൂകരിക്കാൻ വേണ്ടി പൊതുവായി വരൻ്റെ വീട്ടുകാർ എറണാകുളം ജില്ലയിലുള്ളവരാണ്, വധുവിൻ്റെ പേര് കണ്ണൂർ ജില്ലയിലാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു സമ്മതം നിങ്ങളിതിന് തരേണ്ടതാണ്. കൈയടിച്ച് സമ്മതം. LLB കഴിഞ്ഞ് LLM കഴിഞ്ഞ് എറണാകുളം ഹൈക്കോർട്ടിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും ഊഷ്മളമായി സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും പേരിൽ നേരിടും. എല്ലാവരും ഇവരെ അനുഗ്രഹിക്കുക. റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ ഇവിടെ കാറ്ററിങ് ഫുള്ള് ലേഡീസ് ആയിരുന്നു. അപ്പോൾ അവർ ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ എല്ലാം കൊണ്ടുവച്ചതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുഞ്ഞിക്ക് പഴം ചോദിച്ചതായിരുന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അപ്പുവേട്ടനൊക്കെ പപ്പടവും ചോദിച്ചിട്ട് പപ്പടവും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സദ്യ ആയിരുന്നു. ചോറും
പിന്നെന്താ കുറേ തരം കറിയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പിന്നെ പായസവും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുണ്ടല്ലോ വേറൊരു വണ്ടിയിലാണ് വന്നത്. ആ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ സമയമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ വണ്ടീൻ്റെ സീറ്റിൻ്റെ എന്തോ പ്രശ്നമാണ്, അപ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല ബാക്കിലുള്ളവർക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഗ്യാരേജിൽ കാണിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ചെറുപുഴയിലാണ്, കണ്ണൂർ ആ സൈഡിലുള്ള ചെറുപുഴയിൽ. അവിടെ ആയിരുന്നു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇനി തലക്കാവേരി പോകാനാണ് പ്ലാന്. പക്ഷേ ഈ വണ്ടീൻ്റെ കാര്യത്തിലൊരു തീരുമാനമായതുകൊണ്ട് പ്ലാൻ എന്താവും എന്നറിയില്ല. അപ്പോൾ അവിടെ പോയാൽ അവിടുത്തെ വീഡിയോസുമായിട്ട് വരാം. ഇപ്പോൾ പ്ലാൻ ഒന്നും മാറ്റിയിട്ടില്ല, നമ്മൾ നേരെ പോകുന്നുള്ളത് തലക്കാവേരിയിലോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 3 hours അടുത്തോളം ജേർണി ഉണ്ട് തലക്കാവേരിയിലേക്ക്. അപ്പം അവിടെ നല്ല അടിപൊളി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് അമ്പലത്തിലോട്ട് നടക്കുവാണ്. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ, നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിലെങ്ങനെ കൂടിയിട്ട് ഒരു സ്റ്റെപ്പിലേറുന്നുണ്ടാവും. എത്തിക്ക് ഡ്രസ്സ് താക്ക് ഓളെ പാമ്പേഴ്സ് കേറാ വേണ്ട തണുക്കും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നിലമൊക്കെ നല്ല തണുപ്പാണ്, കാലൊക്കെ നല്ല തണുപ്പ് കയറുന്നുണ്ട് കാലിലോട്ടൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇവിടെ പൂജയും കഴിയും. കാരണം പിന്നെ ഇവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറഞ്ഞത്, നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് പൂജയൊക്കെ ഇവർ വേഗം തീർക്കുന്നു. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. അപ്പോൾ ആദ്യം വന്നത് ഹസ്ബൻഡിൻ്റെ ഒന്നിച്ച് തന്നെ ആയിരുന്നു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മളിവിടെ ഒരു ഉച്ച സമയത്ത് എത്തിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിരുന്നു, കാരണം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, മാഗിയും അതേപോലെ തന്നെ മുളക് ബജിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഇവിടെ വന്നവർ ഇതെന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല അടിപൊളി സംഭവമാണ് മസാല മാഗി. അപ്പോൾ ഇത് ഭാഗമണ്ഡലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലം. അതായത് 3 റിവറും ഒന്നിച്ചിട്ട് ഇങ്ങനെ ഒഴുകുന്നത്, അങ്ങനെ എന്തോ ആണ്, എനിക്ക് ഹിസ്റ്ററി ഒന്നും അറിയില്ല. അപ്പോൾ നല്ലൊരു സറൗണ്ടിങ്സ് ആണ് ഇവിടെ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി ഇവിടെ എത്താൻ വേണ്ടിയിട്ട്, എന്നാലും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇനി നിൽക്കുന്തോറും നല്ല തണുപ്പാണ്, പക്ഷെ ഇരുട്ട് ആവും. മറ്റേ ഇതാക്കറേ ഇത് എങ്ങനെ വെള്ളം അരിഞ്ഞിട്ട്